ഓക്കെ, താങ്ക് യു സോ മച്ച്. ഈ സൂമിൽ വന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ എന്താ പറയാ എല്ലാവർക്കും നന്ദി പറയുന്നു. കാരണം വീഡിയോ ഓൺ ആക്കിയവർക്കും വീഡിയോ ഓൺ ആക്കാത്ത എല്ലാ വ്യക്തികൾക്കും. എപ്പോഴും എന്നെ കാണുന്നോണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും എന്നറിയാം. കാരണം ഇന്നലെ രാത്രി ശശി സാർ വിളിച്ചപ്പോ പിന്നെ ലീഡേഴ്സ് നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ നോ പറയാൻ പാടില്ലല്ലോ. അപ്പോ ശശി സാർ വിളിച്ചു, ഇന്ന് MC ചെയ്യുമോന്ന് ചോദിച്ചു. ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും എൻ്റെ പേര് ഫാത്തിമ. പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. എൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ നാട്ടികയിലാണ്. നമ്മളെ കയ്യിൽ കിട്ടിയ പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊജക്ട് ടെസ്റ്റ് ആണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. എല്ലാവർക്കും നല്ല രീതിയിൽ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയൊരു പ്രൊജക്റ്റാണ്. പ്രൊജക്റ്റിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. നമ്മളെ ഗ്രേറ്റ് ലീഡറായ സുധീർ സാർ നിങ്ങളോട് എന്തായാലും ആ പ്രൊജക്റ്റിനെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഇന്ന് നിങ്ങൾക്ക് സെക്ഷൻ കൈകാര്യം ചെയ്യാൻ വരുന്നത് മറ്റാരുമല്ല, ടോപ്പ് 8-ലെ തന്നെ ഗ്രേറ്റ് ലീഡറായ സുധീർ സാറാണ്. അദ്ദേഹത്തെ പട്ടാമ്പിയാണ് അദ്ദേഹത്തിന്റെ എന്താ പറയുക സ്ഥലം വരുന്നത്. നല്ലൊരു ലീഡറാണ്. ആളൊരു സൈലന്റ് ക്യാരക്ടറാണ്. പിന്നെ ടോപ്പ് 8-ലെ എല്ലാവരും അത്രയും നല്ല ലീഡേഴ്സ് ആണ്. നമുക്ക് എന്താ പറയാ പ്ലാൻ തരാനും പിന്നെ എന്താ പറയാ നമുക്ക് ഏത് ബിസിനസിന്റെ എന്ത് കാര്യം ചോദിച്ചാലും അത് ഒരാളെ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരാളെ നമുക്ക് വിളിച്ചാൽ കിട്ടുന്ന ഒരു എന്താ പറയാ ഒരു പ്രൊജക്റ്റിലെ ഒരു നല്ലൊരു 8 ലീഡേഴ്സ് ഉണ്ട്. മറ്റു കമ്പനീനെ അപേക്ഷിച്ച് നമുക്ക് ഇതൊരു എന്താ പറയാ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ നിമിഷം തന്നെയാണ്. കാരണം ഒരാളെ നമുക്ക് കിട്ടിയില്ല എന്ന് വെച്ചാൽ മറ്റൊരാളെ നമുക്ക് എന്താ പറയാ വിളിച്ച് നമുക്ക് സംസാരിക്കാൻ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഈ പ്രൊജക്റ്റിലുണ്ട്. പിന്നെ 3 മാനേജ്മെന്റ്, പിന്നെ നമ്മളെ നുസ്രത്ത് മാഡം ഉണ്ട്. അപ്പോ നല്ലൊരു എന്താ പറയാ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയ ഒരു നല്ലൊരു കമ്പനിയാണ്. അപ്പൊ ഇന്നത്തെ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത് നമ്മളെ സുധീർ സാറാണ്. അപ്പൊ സുധീർ സാറിനെ വിളിക്കല്ലേ? സുധീർ സാർ, പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്. എന്തായാലും കുറെ നാൾക്ക് ശേഷം ഒരു സെഷൻ കൈകാര്യം ചെയ്യാൻ കിട്ടിയത് വളരെ സന്തോഷം. കാരണം നമ്മുടെ ടീമിലൊക്കെ ഒരുപാട് നല്ല നല്ല ലീഡേഴ്സ് വന്നപ്പോൾ നമുക്ക് മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പൊതുവെ നമ്മൾ വർക്കും ബന്ധപ്പെട്ട് നമ്മൾ അധികം പുറത്താവുകൊണ്ട് തന്നെ നമുക്ക് സൂമിൽ അധികം രാവിലെ വന്ന് ക്ലാസ് എടുക്കാൻ പറ്റാറില്ല. എന്നാലും എല്ലാവരും സെഷൻസ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്, കാണാറുണ്ട്. നല്ല രീതിയിൽ അവര് പ്രസന്റ് ചെയ്യാറുണ്ട്. വളരെ സന്തോഷം. നമ്മളെ പ്രൊജക്ടിനെ പറ്റി ഒരുപാട് നല്ല നല്ല അപ്ഡേഷൻസ് നമുക്ക് വരാനുണ്ട്. നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ ഓപ്ഷനാണ് ടീം പ്ലേയേഴ്സിന്റെ. അതിന്റെ ഭാഗമായി നമ്മുടെ ടീം മാനേജ്മെന്റ് എല്ലാം ബെൽജിയത്തിലാണ് ഉള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് അവിടുന്ന് നല്ല നല്ല ഗ്രേറ്റ് ന്യൂസ് നമ്മുടെ വരാൻ കിടക്കുന്നു. നാളെ ഒക്കെ ആയിട്ട് നമുക്ക് അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ നമ്മുടെ ലീഡേഴ്സ് തന്നെ ഇവിടെ എത്തുന്നതാണ്. അപ്പൊ എന്തായാലും നമ്മുടെ പ്രൊജക്റ്റ് ഒക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമുക്കറിയാം, പ്രൊജക്റ്റ് ഇല്ലാത്തതിന്റെ പേരിൽ ഒരാളും ബിസിനസ് ചെയ്യാതിരിക്കില്ല. കാരണം നമുക്ക് ഫീൽഡിൽ ഇറങ്ങുമ്പോൾ നമുക്ക് ഈ പ്രൊജക്റ്റുകൾ നമ്മളെ കാണിച്ചു കൊടുക്കുമ്പോൾ ഇത്ര പല കമ്പനികളും ചെയ്ത വ്യക്തികളാണ് നമ്മൾ ഈ ഫീൽഡിൽ കണ്ടുമുട്ടുന്നത്. അവരൊക്കെ പറയുന്നത് ഇത്രയും ഈ പ്രൊജക്ട് നമ്മളെ ചെവിയിൽ എത്തിയിട്ടില്ലല്ലോ എന്നാണ്. കാരണം 1 വർഷത്തോളമായി നമ്മൾ ഈ പ്രൊജക്റ്റുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ആരുടെ ലീഡേഴ്സിന്റെ അടുത്തൊന്നും എത്താത്തതിന്റെ കാരണം ഈ ഒരു പ്രൊജക്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു പോകുന്നുണ്ട്. ഈ ലീഡേഴ്സിന്റെ എത്താത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നില്ല, ആളുകൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഇപ്പോഴാണ് നമ്മളെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഇത് ആളുകളുടെ അടുത്തേക്ക് എത്തുന്നത്. എന്നിട്ട് നമ്മുടെ പ്രൊജക്ട് എന്താ വെച്ചാൽ നമ്മുടെ പ്രൊജക്ടിനെ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്ത വ്യക്തികൾ, ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കണം എന്തൊക്കെ പ്രൊജക്ടുകളാണ് നമുക്ക് റിയൽ പ്രൊജക്ടുകളായിട്ടുള്ളത്. നമുക്ക് അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു എങ്ങനെയാണോ നമ്മളൊരു ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടത്, നമുക്ക് ഇത്രയും പ്രൊജക്ടുകൾ നമ്മൾ ലൈവായിട്ട് അപ്പൊ ഞങ്ങളൊക്കെ ചെയ്യുന്ന നമ്മൾ ലീഡേഴ്സ് പല പല ലീഡേഴ്സിനെ കണ്ടുമുട്ടുമ്പോൾ നമ്മുടെ പ്രൊജക്ടുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ അത്ഭുതമാണ്. കാരണം ഒരു നമുക്കൊരു ക്രിക്കറ്റ് ടീം അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ടീമിനൊക്കെ നമുക്ക് യൂറോപ്പ് ലീഗിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ടാണ് കിട്ടുള്ളൂ. കാരണം നമുക്ക് പൈസ ഉണ്ടായതുകൊണ്ട് ആർക്കും എന്ത് ചെയ്യില്ല, അത് കിട്ടിക്കൊള്ളുന്നില്ല. പക്ഷെ ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് മേഖലയിലും എത്തിപ്പെടാൻ പറ്റും. ഇപ്പൊ എന്തിനാലും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമ്മുടെ കുറച്ച് പ്രൊജക്ടുകളൊക്കെ നിങ്ങൾക്കൊന്ന് അറിവിലേക്കായിട്ട് പരിചയപ്പെടുത്തുകയാണ്. കാരണം നിങ്ങൾക്ക് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ അതൊരു ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അത് പ്രസന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് എടുക്കേണ്ടത് എന്നൊക്കെ ഒരു രീതിയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്.
സ്ക്രീൻ കാണണ്ടോ? സുജിത് സാറെ കാണുന്നില്ല. ഒരു minute. എന്തോ ഒരു ടെക്നിക്കൽ എറർ ഉണ്ട്. ജസ്റ്റ് നമുക്ക് പ്രൊജക്ട് എങ്ങനെ? ഓക്കെ ഓക്കെ ഓക്കെ, ക്ലിയർ ആയി. ഇപ്പൊ ഓക്കെ ആണെന്ന് വിചാരിക്കണം. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെയാണ് ഓക്കെ സർ. കാണുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ എല്ലാ പ്രൊജക്ടുകളും ഇപ്പൊ ഇന്നലത്തെ സൂം നൈറ്റിൽ കണ്ടവർക്കൊക്കെ അറിയാം. നമുക്ക് testverse.com ഈ ഒരു സൈറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രൊജക്ടുകൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ഇപ്പൊ നമ്മള് ഈ testverse.com കയറി കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പൊ എന്തൊക്കെ നമുക്ക് നമ്മളെ കാണാം. ടെക്സ് ആപ്പ് കാണാം, അതുപോലെ ടെസ്റ്റ് ചാറ്റ്, ടെസ്റ്റ് ജാക്ക് ബോട്ട്, ടെസ്റ്റ് ICO, എയ്ത്ര, ഗെയിംസ് ഹബ്ബ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് ഒന്ന് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്താണ് ഈ ഡെക്സ് ആപ്പ് അല്ലെങ്കിൽ ടെസ്റ്റ് ചാറ്റ് എന്നൊക്കെ. കാരണം ആദ്യം നമ്മളൊന്ന് എന്ത് ചെയ്യാം, ലീഡേഴ്സിന്റെ മുഖാന്തരോ അല്ലെങ്കിൽ പല സൂമുകൾ കയറിയിട്ടോ എന്ത് ചെയ്യാം, ഇതൊക്കെ ഒന്ന് പഠിച്ച് നോക്കുക. കാരണം നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ, നമുക്ക് ഇനി വരാൻ പോണ കാലഘട്ടത്തിൽ ഇങ്ങനത്തെ രീതിയിലാണ് എന്ത് ചെയ്യാം ബിസിനസ് വരിക. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഒരു ടെക്നോളജി ബിസിനസ് ആവുകൊണ്ട് തന്നെ ടെക്നോളജി ബേസ്ഡ് ആയിട്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് ഡെക്സ് ആപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പൊ നമുക്ക് ഇതിൽ കാണാം. എന്താണ് ഡെക്സ് ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇപ്പോൾ ഇതിൽ മുകളിൽ കാണാം മെറ്റാമാസ്ക്, ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ്, ഇങ്ങനത്തെ ഡീസെൻട്രലൈസ്ഡ് വാലറ്റുകളാണ് ഇനി വരാൻ പോണ കാലഘട്ടത്തിൽ ആളുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അത് എന്തിനാ, നമുക്ക് ക്രിപ്റ്റോ മേഖലയാണ് ഇനി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി. ഇപ്പൊ പല പല കോയിൻസ് വാങ്ങിയിട്ട് ആളുകൾ സൂക്ഷിക്കുന്നത് ഇങ്ങനത്തെ വാലറ്റുകളിലാണ്. പല പല ഇൻവെസ്റ്റ്മെന്റുകളും നമുക്ക് ഇന്റർനാഷണൽ ലെവലിൽ പല പല ഇൻവെസ്റ്റ്മെന്റുകളും നമുക്ക് ഇതിലൂടെയൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഹോൾഡ് ചെയ്ത് വെക്കുക. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു വാലറ്റുകളാണ് ഈ ഡെക്സ് ആപ്പ് എന്ന് പറയുന്നത്, ഡീസെൻട്രലൈസ്ഡ് ആപ്പുകൾ എന്ന് പറഞ്ഞത്. ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ അതിന്റെ പേര് തന്നെ ഡെക്സ് ആപ്പ് എന്ന് കിട്ടും. കാരണം അത് വേറെ ആരും ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ വാലറ്റിന്റെ പേര് ഡെക്സ് ആപ്പ് എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്താണ് ഈ ഡെക്സ് ആപ്പ് കൊണ്ട് ഗുണം എന്ന് വെച്ചാൽ, നമുക്കിപ്പോ അറിയാം നമ്മളെ അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിലൂടെയും അതുപോലെ പുറത്ത് മാനേജ്മെന്റ് നമ്മളെ ഗെയിമിലൂടെയും ടെസ്റ്റ് സ്പോർട്സിലൂടെ ഒക്കെ എല്ലാം ഒരുപാട് കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിറ്റീനൊക്കെ നമുക്ക് ഈ ഡെക്സ് ആപ്പിലൂടെ കൊണ്ടുവരാൻ പറ്റും. കൊണ്ടുവന്നുള്ള ഗുണം എന്താ വെച്ചാൽ, ആളുകൾ ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ ഉപയോഗിക്കുന്ന ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റിന് പകരം നമ്മുടെ ഡെക്സ് ആപ്പിലോട്ട് നമുക്കിത് മാറാൻ പറ്റും. മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് ഫീ ആയിട്ട് നമ്മുടെ ടെസ്റ്റ് കോയിനൊക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ കമ്പനിക്ക് നമ്മളെ ഗ്യാസ് ഫീ ആയിട്ടൊക്കെ കാര്യങ്ങൾ ടെസ്റ്റ് കോയിൻ കിട്ടുമ്പോൾ തന്നെ ആളുകൾ അത് പർച്ചേസിങ് കൂടും ടെസ്റ്റ് കോയിന്റെ.
അപ്പൊ അത്രയും മേഖലയിലൂടെയാണ് ഇതൊക്കെ നമുക്കൊരു 2-3 വർഷം കൊണ്ടാണ് കേട്ടോ നമ്മളത് പ്രൊജക്ട് അത്രയും വേറൊരു ലെവലിലേക്ക് എത്തിക്കുന്നത്. ഇപ്പൊ ഡെക്സ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഒറ്റയടിക്ക് കമ്മ്യൂണിറ്റി ഇല്ലാണ്ട് ഈ ക്രിപ്റ്റോ മേഖലയിൽ ഒരു പ്രൊജക്റ്റും സക്സസ് ആക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം കമ്മ്യൂണിറ്റി ക്രിയേഷൻ ആണ് ഫസ്റ്റത്തെ ഒരു 3 വർഷം കമ്പനി ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം നമുക്കൊരു അടുത്ത മാസം അല്ലെങ്കിൽ അതിന്റെ ഒരു 2 മാസത്തെ അപ്പുറം നമുക്ക് ഈ ഒരു ഡെക്സ് ആപ്പിലേക്ക് വരാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏകദേശം ഒരു 10,000-ന്റെ ഒക്കെ അടുത്ത് കമ്മ്യൂണിറ്റി എത്താറായി. അപ്പൊ അവരെന്നെ ഇതിലോട്ട് മാറിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇത് ആളുകളുടെ ഇടയിലേക്ക് എത്തിപ്പെടും. അപ്പൊ ഇതിന്റെ ഉപയോഗം കൂടും. നമുക്ക് ഈ പ്രൊജക്ട് സക്സസ് ആക്കാൻ പറ്റും. 1,00,000 കമ്മ്യൂണിറ്റി ഒക്കെ ആകുമ്പോൾ തന്നെ ഈ ഒരു പ്രൊജക്ട് നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. നെക്സ്റ്റ് നമുക്കറിയാം ഇപ്പൊ ടെസ്റ്റ് ചാറ്റ്. ഇപ്പൊ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ AI കാലഘട്ടത്തിലാവുകൊണ്ട് തന്നെ എല്ലാവരും ചാറ്റ് GPT അല്ലെങ്കിൽ ജെമിനി ഇങ്ങനത്തെ AI സെർച്ച് എഞ്ചിനുകളാണ് ഉപയോഗിക്കുക. പണ്ടൊക്കെ നമ്മൾ ഗൂഗിളിലും ഒക്കെയാണ് സെർച്ച് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ഇന്ന് ആളുകൾ AI നമുക്ക് വേൾഡിൽ എന്ത് കാര്യവും നമുക്ക് ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും നമുക്ക് കിട്ടാവുന്ന ഒരു അവസരത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇനി വരാൻ പോണ ഒരു കാലഘട്ടത്തിലും നമ്മളുടെ ടെസ്റ്റ് ചാറ്റിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ തന്നെ അത് ഉപയോഗിച്ചാൽ മാത്രം ആളുകൾക്ക് ഏത് ലാംഗ്വേജിൽ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലാണ് ഏത് റീജിയൻ ലാംഗ്വേജിൽ വേണമെങ്കിൽ പോലും നമുക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ടെസ്റ്റ് ചാറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ചോദ്യങ്ങൾക്ക് ഒരു 100 ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കമ്പനി ഉദ്ദേശിക്കുന്നത് അവർക്ക് ടെസ് കോയിൻ എന്ത് ചെയ്യും എയർ ഡ്രോപ്പ് പോലെ കൊടുത്തിട്ട് ഇതിലൂടെ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനാണ് കമ്പനി നോക്കുന്നത്. ഇപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഇതിന്റെ ഒരു ഉപയോഗം വരുന്നില്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ല. അപ്പൊ നെക്സ്റ്റ് എന്ത് ചെയ്യും, അതിനൊക്കെ കമ്പനി മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിലൂടെ നമുക്ക് ഒരുപാട് കമ്മ്യൂണിറ്റി ഇപ്പോൾ ടെസ്റ്റ് ചാറ്റ് നിങ്ങൾ ഇവിടുന്ന് ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. എന്നാലും നമ്മൾ ID ഓപ്പൺ ചെയ്താൽ തന്നെ ഏകദേശം ഒരു ലാസ്റ്റിലായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ID ഓപ്പൺ ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ അടിയിൽ കാണാം നമ്മുടെ ടെസ്റ്റിന്റെ ലോഗോ കാണാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ഈ ടെസ്റ്റ് ചാറ്റ് അതിന്റെ ഓപ്ഷനിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ബീറ്റ വേർഷനിലാവുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ പല ആളുകൾക്ക് ഇത് എവിടെ എടുക്കാന്ന് അറിയില്ല. അപ്പൊ എനിക്ക് ഇവിടെ എന്ത് ക്വസ്റ്റ്യൻസും ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ആൻസേഴ്സ് കിട്ടും. അപ്പൊ അവിടെയാണ് നമുക്ക് ഇപ്പൊ ID ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് താഴത്ത് പോയാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പൊ ടെസ്റ്റ് ചാറ്റ് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ടെസ്റ്റ് ജാക്ക് ബോട്ട് ആണ്. ജാക്ക് ബോട്ട് എന്തിനാണ് കമ്പനി കൊണ്ടുവന്ന് വെച്ചാൽ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ക്രിയേഷൻ പ്രൊജക്ട് ആവുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് കമ്മ്യൂണിറ്റി വരും. അപ്പൊ നല്ല രീതിയിൽ അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റിട്ടേൺസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അതിലൂടെ കിട്ടുന്ന വരുമാനത്തിൽ പോലും നമുക്കൊരു 1 lakh കമ്മ്യൂണിറ്റി ആയി കഴിഞ്ഞാൽ തന്നെ ഡെയിലി $1 എന്ത് ചെയ്യാൻ പറ്റും, ലോട്ടോയ്ക്ക് പങ്കെടുപ്പിക്കാൻ പറ്റും. ഇപ്പൊ പല ആളുകളും ഇതിൽ പങ്കെടുത്ത ആളുകളുണ്ട്. അവർക്കൊക്കെ ഇപ്പോൾ പ്രൈസ് കിട്ടിയ ആളുകൾ ഒരു 7ഓളം പ്രൈസ് കിട്ടിയ ആളുകളുണ്ട്. നമ്മൾ ചെറിയ രീതിയിലാണ് അത് ചെയ്തതെങ്കിൽ പോലും വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് പ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയത്. അതുപോലെ തന്നെ ഡെയിലി $1 ആണ് കമ്പനിയുടെ കാൽക്കുലേഷൻ. ഡെയിലി $1 വെച്ച് 1,00,000 ആളുകൾ പങ്കെടുക്കുന്ന ഒരു രീതിയിലേക്ക് ഇത് മാറ്റും. അങ്ങനെ മാറ്റുമ്പോൾ $1,00,000 ആണ് ഡെയിലി കമ്പനിയിലേക്ക് വരിക. അതിന്റെ ഒരു 70% ഏകദേശം $70,000 പ്രൈസ് കൊടുത്താലും ബാക്കി $30,000 കമ്പനിയുടെ അസറ്റായിട്ട് മാറുകയാണ്. അത് ഡെയിലിയാണ്. 30,000 ഇൻറ്റു ഒരു 30 ഡേയ്സ് നടക്കുമ്പോൾ കമ്പനിയിലേക്ക് വരുന്ന വരുമാനം ചിന്തിക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും സാധ്യതയുള്ളൊരു ബിസിനസ്സാണ് ഈ ടെസ്റ്റ് ജാക്ക് പോട്ട്. അങ്ങനെ ഓരോ പ്രൊജക്റ്റിലും ഈ ടെക്നോളജി ബിസിനസ്സിൽ ഫണ്ട് നമുക്ക് ഈ കമ്മ്യൂണിറ്റി ക്രിയേഷൻ ആയി കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിൽ ഫണ്ട് വരും. അതിനൊക്കെ നമുക്കൊരു കമ്മ്യൂണിറ്റി ക്രിയേഷന്റെ ഒരു ടൈമേ നമുക്ക് വേണ്ടു. അതുപോലെ നമ്മുടെ ടെസ്റ്റ് ICO ഇപ്പോൾ പല ആളുകളും പേഴ്സണലി വിളിക്കാറുണ്ട്, എങ്ങനെയാണ് കോയിൻ എടുക്കുക കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അപ്പൊ നമ്മുടെ സൈറ്റിൽ തന്നെ ഓപ്പൺ ചെയ്ത എല്ലാ കാര്യങ്ങളും ആ ലിങ്കിലേക്ക് കയറാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. എന്നിരുന്നാൽ പോലും നമുക്ക് ഇപ്പൊ മിനിമം ഒരു $10 നമുക്ക് വാങ്ങി വെക്കാൻ പറ്റും. കാരണം ഇപ്പൊ നമുക്കത് ഏറ്റവും ചെറിയ പ്രൈസിലാണ് കിട്ടുന്നത്. ICO എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോയിൻ ഓഫർ എന്നാണ്. നമുക്ക് ചിലപ്പോ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ പല പല ഷെയറുകൾ പല കമ്പനികൾ ഇറക്കാറുണ്ട്. അവരൊക്കെ IPO പറഞ്ഞിട്ടാണ് ഇറക്കാറ്. അപ്പോൾ ലിസ്റ്റിംഗ് ചെയ്യുന്നതിന്റെ മുന്നേ നമുക്ക് കിട്ടുന്ന ഒരു ഏർലി സ്റ്റേജിൽ കിട്ടുന്ന ഒരു അവസരമാണത്.
അപ്പൊ ഇവിടെ നമുക്ക് 10 പൈസക്ക് ഇപ്പോഴാണ് നമുക്ക് കിട്ടുള്ളൂ. 120 ദിവസമാണ് ഇതിന്റെ ICO പീരീഡ് വരുന്നത്. ആ 120 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ 10 പൈസയിൽ നമുക്ക് ഈ കോയിൻ കിട്ടില്ല. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ പ്രൊജക്ട് ഉണ്ടായിട്ട് നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മളിത് ഒരു മിനിമം ഒരു $10 വാങ്ങി വെച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് നാളെ ഒരു കുറ്റബോധമായിരിക്കും. ഇപ്പൊ അത് എങ്ങനെ മേടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ തന്നെ പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ സെർച്ചിൽ testcoin.io എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കിട്ടും. ഇപ്പൊ www.testcoin.io ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ICOന്റെ സൈറ്റിലേക്ക് ഡയറക്റ്റ് നമുക്ക് കയറാൻ പറ്റും. ഇവിടെ നമ്മുടെ വാലറ്റ് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് മേടിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു വാലറ്റ് നമ്മൾ ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ID ഏതാണോ അതിൽ തന്നെ കണക്ട് ചെയ്തിട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ നമുക്ക് കാണാം ജോയിൻ ICO എന്ന് നമുക്ക് കാണാം. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ വാലറ്റിൽ ഒരു $10 മിനിമം കീപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ICOയിൽ പങ്കെടുക്കാൻ. ഇവിടെ നമ്മളൊരു $10 അടിച്ചു കഴിഞ്ഞാൽ മിനിമം നമുക്ക് 10,000 കോയിൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് $10 നമ്മൾ ചെലവഴിക്കുകയും നമ്മൾ ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, മാറ്റി വെക്കുക. നമുക്ക് മാക്സിമം എത്രയാവാം, മിനിമം $10 നിങ്ങൾ മേടിച്ച് വെക്കുക. ഇവിടെ ബൈ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ കൺഫർമേഷൻ വരും, കാര്യങ്ങൾ വരും. അപ്പൊ നമ്മുടെ പിന്നെ നമുക്കത് എവിടെ കാണുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 ഡോട്ട് മുകളിൽ കാണാം. അവിടെ നമുക്ക് മൈ പ്രൊഫൈലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ കോയിൻസ് കാണും. ഇപ്പൊ ഇതിൽ എനിക്ക് 58,980 കോയിൻസ് ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് നമ്മൾ ആഴ്ചയിൽ $10 മാസത്തിൽ $10 എന്ത് ചെയ്യുക, മേടിച്ച് വെക്കുക. ഇന്നല്ലെങ്കിൽ നമുക്ക് 2 വർഷം കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അതിലൂടെ അസറ്റ്. അപ്പൊ നമ്മുടെ കമ്പനി വെച്ചാൽ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റിലൂടെ മാത്രമല്ല നമുക്ക് റിട്ടേൺ തരാൻ ഉദ്ദേശിക്കുന്നത്. ലൈഫ് ടൈമായിട്ട് നമുക്ക് ഈ ഓരോരോ പ്രൊജക്റ്റിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരം ഇവിടെ ഉണ്ട്. അത് ആളുകൾ മനസ്സിലാക്കുന്നില്ല. ആളുകൾ നമ്മളിപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് ഇടുക, റിട്ടേൺ എടുക്കുക എന്ന് മാത്രമാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രൊമോഷൻ ചെയ്യുക, കമ്മീഷൻ മേടിക്കുക. ഇത്ര ഏരിയകളിൽ മാത്രമല്ല നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക. ഇപ്പൊ 10 പൈസക്ക് നമുക്ക് ഇപ്പൊ കിട്ടുന്ന കോയിൻ തീർച്ചയായും അത് എന്ത് ചെയ്യും, ഇനി ഒരു വർഷം എടുത്താൽ പോലും അതൊരു 15 രൂപയ്ക്കോ 10 രൂപയ്ക്കോ എത്തും. അപ്പോഴും നമുക്കൊരു നല്ല പ്രോഫിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് വിൽക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റ് ഒക്കെ എന്താ വെച്ചാൽ ഈ കോയിന്റെ ഒക്കെ മാർക്കറ്റിംഗ് ഇനി നമ്മുടെ ക്രിക്കറ്റ് ടീമിലൂടെ ഒക്കെ നല്ല രീതിയിൽ വരാൻ പോവാണ്, പ്രൊമോഷനും കാര്യങ്ങളും. അപ്പൊ തീർച്ചയായും പിന്നെ ഇതിന്റെ വാല്യൂ കൂടും. അപ്പോൾ അതൊരു അസറ്റാണ് നമുക്ക്. നമ്മളിപ്പോ മേടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു 2-3 വർഷം കഴിഞ്ഞാൽ നല്ലൊരു അസറ്റായിട്ട് അത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ടെസ്റ്റിൽ വരുന്ന ഓരോ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യാം, ഇത് മേടിച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ടെസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ ആദ്യം ഈ കാര്യങ്ങളൊക്കെ എത്തിക്കണം നമുക്ക് നിർബന്ധമുള്ളതുകൊണ്ടാണ് കമ്പനി നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, മാക്സിമം ഒരു മിനിമം ഒരു $10 നമുക്ക് 1,00,000 ഇല്ല, നമ്മൾ ഇന്ന എമൗണ്ടിന് വാങ്ങണമെന്നില്ല. മിനിമം $10 1,00,000 ആളുകളെ കൊണ്ട് നമ്മളിത് മേടിപ്പിക്കണമെന്ന് കമ്പനി നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊക്കെ എന്തിനാ വെച്ചാൽ നമുക്ക് 1,00,000 വാലറ്റ് ഹോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ടെസ്റ്റ് അല്ലെങ്കിൽ ടെസ്റ്റ് നമ്മുടെ ഡെക്സ് ആപ്പ് വരുമ്പോൾ 1,00,000 ആളുകൾ നമ്മളുടെ കോയിൻ ഹോൾഡ് ചെയ്യുന്ന പല ആളുകളും ശ്രദ്ധിക്കും. കാരണം ബ്ലോക്ക് ചെയിനിൽ അതുകൊണ്ട് ഒരു വേൾഡിലെ ഏതൊരു ആൾക്കും അത് കാണാൻ പറ്റും. അപ്പൊ ഇത് എത്ര ആളുകൾ ഹോൾഡ് ചെയ്ത് 1,00,000 ആളുകളൊക്കെ ഹോൾഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റിൽ എന്തോ കാര്യമുണ്ടെന്ന് വേൾഡിലെ ആളുകൾക്ക് മനസ്സിലാവും. അവർ വലിയ വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ പ്രൊജക്റ്റുകൾ ഡെവലപ്പ് ആക്കുക. അപ്പൊ നല്ല ഫണ്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ കോയിന്റെ പർച്ചേസിങ് കൂടും. പർച്ചേസിങ് കൂടുമ്പോൾ ഇതിന്റെ റേറ്റ് നമുക്ക് പിന്നെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്കും നല്ല റിട്ടേൺസ് എടുക്കാൻ പറ്റും. അത് അങ്ങനെ പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ക്രിയേഷൻ എങ്ങനെ നടക്കുന്നത്, അപ്പൊ അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെ മാത്രമാണോ? അല്ല. നമുക്ക് വരുന്നത് നമ്മുടെ ഒരുപാട് ടെലഗ്രാമിലൂടെ വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൂടെ വരുന്നുണ്ട്, പഴയ ട്വിറ്ററിലായ ഇപ്പോഴത്തെ എക്സിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഇതിന്റെ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മളത് അറിയാതെ പോവാണ്. അപ്പൊ ഇപ്പൊ ടെലഗ്രാമിലൂടെ നമ്മളൊക്കെ വാച്ച് ചെയ്യണാണ്. ഇപ്പൊ ടെലഗ്രാം ടെസ്റ്റ് വേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ പല ആളുകളും ടെലഗ്രാം ഉപയോഗിക്കുന്നുണ്ടാവും. അവര് സെർച്ചിൽ കയറി ടെസ്റ്റ് വേഴ്സ് എന്ന് അടിച്ചാൽ തന്നെ നമ്മുടെ ടെസ്റ്റിന്റെ ഗ്രൂപ്പിലേക്ക് പോകും. ഇപ്പൊ ഇവിടെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഫുള്ള് ആളുകൾ പറഞ്ഞ ഇന്റർനാഷണൽ വേൾഡിൽ നിൽക്കുന്ന ആളുകളാണ് ഇപ്പൊ ഇതിലൊക്കെ ഡിസ്കഷൻ വരുന്നത്. അപ്പൊ ഇവരൊക്കെ ഇതിൽ വന്നിട്ട് ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ് ജോയിൻ ചെയ്യാന്ന്. അപ്പൊ ആ രീതിയിലാണ് മാർക്കറ്റിംഗ് നടക്കുന്നത്. ഇപ്പൊ മെസ്സേജുകൾ നമ്മൾ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം പല ഇതിൽ പുതിയ പുതിയ നമ്മുടെ മാർക്കറ്റിംഗ് നടക്കും. ഇതൊക്കെ നമ്മുടെ ടീമിന്റെ ലോട്ടോ അടിച്ചപ്പോൾ ഉള്ള ഇതാണ് വരുന്നത്. ഇതൊക്കെ വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്നുണ്ട്, നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതിൽ പല ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്,
ഇതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക കാര്യങ്ങൾ. അപ്പൊ നമുക്ക് തന്നെ വേണമെങ്കിൽ നമ്മുടെ ലിങ്ക് ഇട്ട് കൊടുത്തിട്ട് സംസാരിക്കാൻ അറിയുന്ന ഇംഗ്ലീഷിലൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അതിലൂടെ പല പല രാജ്യങ്ങളിലേക്ക് നമ്മുടെ ബിസിനസ് എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ലിങ്കിലൂടെ ആയിരിക്കും അവർ ജോയിൻ ചെയ്യുക. അപ്പൊ നമ്മൾ ജസ്റ്റ് എങ്ങനെയാണ് കാര്യങ്ങളെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ജോയിനിങ് കിട്ടും. അപ്പൊ ഇതാണ് ഇത്രയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ ഇതിൽ കെവിൻ സാറൊക്കെയാണ് അവർക്ക് കൂടുതലായിട്ട് മറുപടി കൊടുക്കാറ്. അപ്പൊ നമുക്കും ചെയ്യാൻ പറ്റും, നമ്മളവരായിട്ട് പരിചയപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കും നമ്മുടെ ബിസിനസ് വളർത്താൻ പറ്റും, ആർക്കും ഉപയോഗിക്കാം. ഇപ്പൊ ഇത്രയും കാര്യം ഇപ്പൊ ഇതൊക്കെ വേൾഡ് വൈഡ് ആയിട്ട് നടക്കണം. നമ്മൾ വിചാരിക്കുന്നുണ്ട് നമ്മളിപ്പോ ഈ ഒരു ഇന്ത്യയിൽ മാത്രമാണ് ഈ ബിസിനസ് നടക്കുന്നത്. എല്ലാവർക്കും പല പല രാജ്യങ്ങളിൽ ഈ ബിസിനസ് ഇതിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മൾ അറിയാം, ഇപ്പൊ നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ കാര്യം, അപ്പൊ അത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ടീമിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കൂടുതൽ വിവരങ്ങൾ. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, ഫീൽഡിലേക്ക് ഇറങ്ങാൻ. പല പല അപ്ഡേഷൻസ് വരും. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞപ്പോ EU T20 ബെൽജിയം ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ ഇപ്പൊ ഇന്ന് ഓപ്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. ഇത്രയും പ്ലേയേഴ്സ് ഒക്കെ നമ്മളെ ഇതൊക്കെ നമ്മൾ ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി ഇത് ഇങ്ങനത്തെയും നെറ്റ്വർക്ക് കമ്പനികൾ ഉണ്ടോന്ന് ചോദിക്കുന്നത്. കാരണം ഇത്രയും പ്ലേയേഴ്സ് ആണ്, ഇതൊക്കെ ഇന്റർനാഷണൽ പ്ലേയേഴ്സ് ആണ്. അപ്പൊ ഇവര് ഓരോരോ അപ്ഡേറ്റ്സും ഇപ്പൊ ഇന്ന് അതിന്റെ ഓപ്ഷനാണ്. അപ്പൊ ഇത്രയും ആളുകളാണ്. ഇപ്പൊ നമുക്കറിയാം നമ്മളെ ക്യാപ്റ്റൻ നമ്മൾ ഡേവിഡ് വാർണറെയാണ് നോക്കിയിരുന്നത്. ചില സാങ്കേതിക കാരണങ്ങൾ നമുക്ക് കിട്ടിയില്ല. നമുക്ക് മുൻ സൗത്ത് ആഫ്രിക്കന്റെ ക്യാപ്റ്റനായിട്ട് ഡുപ്ലസി എന്ന ആളാണ് നമ്മുടെ ക്യാപ്റ്റനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഓരോ പ്ലേയേഴ്സിന്റെ എന്ത് ചെയ്യുന്നത് അപ്ഡേഷൻ കാര്യങ്ങൾ. ഇപ്പൊ ആരൊക്കെ ഇപ്പൊ ഇത് നമ്മുടെ ഒരു പ്ലെയറാണ്, ഇത് ഓസ്ട്രേലിയൻ കളിക്കാരനാണ്. അപ്പൊ ഇദ്ദേഹത്തൊക്കെയാണ് ഇപ്പൊ നമ്മുടെ ടീമിലുള്ളത്. ക്യാപ്റ്റൻ നമ്മുടെ ടീമിന് മാത്രമേ ആയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഇന്നാണ് നമുക്ക് നടക്കുന്നത്. അപ്പൊ ജൂൺ 6-നാണ് നമുക്ക് കളി നടക്കുന്നത്. ഇത് നമ്മുടെ കോച്ച് ഹെർഷൽ ഗിബ്സ്, അദ്ദേഹം നമ്മുടെ കോച്ചായി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തെ അറിയാത്ത ആളുകൾ കുറവായിരിക്കും, കാരണം അദ്ദേഹമൊക്കെ പണ്ട് നല്ലൊരു പ്ലെയർ ആയിരുന്നു. അപ്പൊ ഇദ്ദേഹമാണ് നമ്മുടെ ക്യാപ്റ്റനായിട്ട് കിട്ടില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഫീൽഡിൽ ഇറങ്ങിയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ചു കൊടുത്താൽ തന്നെ നമ്മൾ ഒരു നെറ്റ്വർക്ക് സ്റ്റൈലിൽ അല്ലാത്തൊരു കമ്പനിയായിട്ട് നമ്മൾ തോന്നും. വെറും ഒരു ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണോ നമ്മൾ എടുക്കുന്നത്? അല്ല. കാരണം അപ്പൊ നമ്മൾ ഇങ്ങനത്തെ റിയൽ പ്രൊജക്റ്റിലൂടെയാണ് നമ്മൾ ബിസിനസ് ചെയ്ത് ഫണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കാണുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ഒരു പുതുമ കിട്ടുന്നുണ്ട്. ആ പുതുമ കിട്ടുമ്പോൾ അതേപോലെ നമ്മുടെ ടെസ്റ്റ് സ്പോർട്സ് ഗ്ലോബൽ ഇത് നമ്മുടെ നമ്മുടെ ഒരു പേജാണ്. അപ്പൊ ഇതിലൊക്കെ കയറി എല്ലാവരും ഫോളോ ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ആളുകൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ ഇതിനൊക്കെ ഫോളോവേഴ്സ്, ഇപ്പൊ എല്ലാവരും ഫോളോവേഴ്സ് ആണ് നോക്കുക, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ, വ്യൂസ് ഉണ്ടോ. അപ്പൊ അതേപോലെ നമ്മളുടെ കമ്പനിയുടെ പേജുകളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. പിന്നെ ഇതിൽ വരുന്നത് പിന്നെ അതുപോലെ ട്വിറ്റർ, ഇതിലൂടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാ, ഇതൊക്കെ ആളുകളിലേക്ക് എത്തിക്കുക. ഇതൊക്കെ നമ്മൾ ടെസ്റ്റ് വേഴ്സിൽ നമുക്ക് ഇതിലൊക്കെ കയറി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നന്നത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതിലൂടെ കിട്ടുന്നുണ്ട്. നമ്മൾ സൂമിലൂടെ കിട്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ തന്നെ കിട്ടും. ഇപ്പൊ കമ്പനി വളരെ നല്ല രീതിയിൽ അത് മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. അപ്പോ നമ്മൾ കമ്മ്യൂണിറ്റി ക്രിയേഷൻ ആണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. അപ്പൊ ഇത്രയും കാര്യങ്ങളിലൂടെ നമ്മൾ എന്ത് ചെയ്യാം, ബിസിനസ് വളർത്തുക. അപ്പൊ ഇതിൽ ഓരോ കാര്യങ്ങൾ എന്തൊക്കെ നടക്കുന്ന വെച്ചാൽ നമ്മൾ ആദ്യം പഠിച്ചെടുക്കണം. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ ഒരുപാട് പേജുകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ബിസിനസ് വളരുള്ളൂ. നമ്മൾ വെറും ഒരു പ്ലാൻ കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കൊടുത്തുകൊണ്ടോ മാത്രം നമുക്ക് ബിസിനസ് വളരില്ല. ഇങ്ങനത്തെ റിയൽ കാര്യങ്ങൾ നമ്മളെ കമ്പനി ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുമ്പോഴാണ് ഇതൊരു വേറെ ടൈപ്പ് ബിസിനസ് ആണെന്ന് ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇപ്പൊ നമുക്ക് അതിന്റെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല ലീഡേഴ്സ് മാർക്കറ്റിൽ നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു. അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കമ്പനി ഇത്രയും കാര്യങ്ങൾ നല്ല നല്ല പ്രൊജക്ടുകൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ ക്രിക്കറ്റ് ടീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ബെൽജിയത്തിൽ ജൂണിൽ കളി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ജേഴ്സിയിലും ക്യാപ്പിലും ഒക്കെ നമ്മുടെ പ്രൊജക്ടിന്റെ ആഡ് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ആ ഗാലറിയിൽ മൊത്തം നമ്മുടെ ആഡ് വരുമ്പോഴൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ സുഖമാണ്. ആ വീഡിയോസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ തന്നെ മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. ആ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ഇത് ഒരുപാട് പേരിലേക്ക് എത്തും. അപ്പൊ നമ്മുടെ പ്രൊജക്ട് ഒരു നല്ല ഇന്റർനാഷണൽ ലെവലിൽ പോകുമ്പോൾ നമുക്ക് തന്നെയാണ് അതിന്റെ ഗുണം.
ഇന്ന് അത് നേരത്തെ പഠിച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്യാം, ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏഹ് പിന്നെ നല്ല രീതിയിൽ ഇപ്പൊ അപ്ഡേഷൻസ് വരാണ്ട്. അപ്പൊ നാളെയും മറ്റന്നൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട്. നമ്മുടെ ഗ്രൂപ്പുകളിൽ വരും അത്. അപ്പൊ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക എല്ലാവരും. നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് തൽക്കാലം എന്ത് ചെയ്യുന്നു, നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച് സുധി സാറെ. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ സ്ക്രീൻ ഷെയർ ചെയ്ത് തന്നെ സാറ് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നു. അത്രയും വാല്യുബിൾ ആയിട്ട് തന്നെയാണ് സാറ് ഇന്നത്തെ സെക്ഷൻ കൈകാര്യം ചെയ്തത്. നമുക്കിന്ന് എന്താ പറയാ 90ക്കും എന്താ പറയാ 90-ന് മേലെ ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും സാറിന്റെ വാക്കുകൾ ഇഷ്ടപ്പെട്ടിന്. നിങ്ങളെ രീതിയിൽ ഒരു സ്നേഹത്തിൽ എന്താ പറയാ ഓരോ മോജി സാറിന് കൊടുക്കുക. നല്ല രീതിയിൽ തന്നെയാണ് സാർ ഇന്നത്തെ സെക്ഷൻ കൈകാര്യം ചെയ്തത്. എന്തായാലും സമയം അതിക്രമിച്ച് എനിക്ക് എന്റെ മോളെ എക്സാം ഉണ്ട്. അതിന്റെ കുറച്ച് തിരക്കും ടെൻഷനും സത്യത്തിലുണ്ട്. അത് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ എന്താ പറയാ നിങ്ങളെ ഇന്നത്തെ സെക്ഷൻ ഇന്നത്തെ ഇത് MC ചെയ്തത്. അപ്പോ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് ഇന്നത്തെ നമ്മളെ Zoom വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്.